എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 46ാമത്തെ ബുക്കിൽ എത്തി നിൽക്കുകയാണ്. നമ്പറുകൾ കൂടുന്തോറും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷവും പ്രചോദനയിലെ ഓരോരോ മെമ്പേഴ്സിനും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 46ാമത്തെ ബുക്കിന്റെ ഡിസ്കഷൻ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ബുക്ക് ഇക്കിഗായ്, അതും ഒരു ജാപ്പനീസ് ഫിലോസഫിയിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. നമ്മൾ 2025 48ാമത്തെ ബുക്ക് നമ്മൾ തുടങ്ങുന്നതും ഒരു ജാപ്പനീസ് ഫിലോസഫിയിലാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. കാരണം മാർച്ച് ടു മാർച്ച് ആണ് പ്രചോദന ബുക്ക് ക്ലബ്ബ് നമ്മൾ ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. സോ ആനിവേഴ്സറി ആഘോഷം കഴിഞ്ഞ് നമ്മൾ മാർച്ചില് പുനരാരംഭിക്കാൻ പോകുന്നതും ഇക്കിഗായുടെ ചേട്ടനായ ഇച്ചിഗോ ഇച്ചി വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ഈ 45 ബുക്കിന്റെയും ഓർമ്മപ്പെടുത്തലാണ് 46ാമത്തെ ബുക്ക്. എങ്ങനെ നമ്മളിൽ ഒരു ചെറിയൊരു വ്യത്യാസം, വി ഓൾ ആർ എ കളക്ഷൻ ഓഫ് ഹാബിറ്റ്. അപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ കളക്ഷൻ ഓഫ് ഹാബിറ്റ്സ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ജീവിതയാത്രയിൽ ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതില് നമ്മൾക്ക് എന്ത് ചേഞ്ച് നമ്മളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, വളരെ ചെറിയ ഷോർട്ട് ആൻഡ് സ്വീറ്റ് അബ്സ്ട്രാക്റ്റ് ആണ് ദ വൺ സ്മോൾ ചേഞ്ച് എന്ന് പറയും. വൺ സിംഗിൾ സ്റ്റെപ്പ്, സ്മോൾ സ്റ്റെപ്പ് ഫോർ എ ചേഞ്ച് എന്ന കൈസിൻ വേ എന്ന് പറയുന്നത്. പയ്യെ തിന്ന പനയും തിന്നാം എന്ന ഹാബിറ്റിൽ ആലിസ് മാഡം നമ്മളെ പഠിപ്പിച്ച ആശയം അത് തന്നെയാണ് ഈ ബുക്കിലും ഉള്ളത്. ഹാബിറ്റ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? യാത്ര തുടങ്ങുമ്പോൾ തൊട്ടു മുമ്പിൽ എന്താണ് അത് ലക്ഷ്യം വെച്ച് നമ്മൾ പയ്യെ പയ്യെ നടന്നു തുടങ്ങിയ തീർച്ചയായിട്ടും സ്ലോ പ്രോഗ്രസ് ഇസ് ബെറ്റർ ദാൻ നോ പ്രോഗ്രസ് എന്ന ഒരാശയം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകം. അതില് ബീന മാം ആയാലും രഞ്ജിനി ചേച്ചി ആയാലും ഷീബ മാം ആയാലും ജെയിമി ടീച്ചർ ആണെങ്കിലും നമ്മൾക്ക് കൃത്യതയോടെ ആ ബുക്കിന്റെ അബ്സ്ട്രാക്ട് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മൾക്ക് ഈ ഒരു ഡിസ്കഷൻ, നമ്മൾ 4 പേരാണ് ഈ ബുക്കില് ബ്രീഫ് ചെയ്തിട്ടുള്ളത്. ഈ 4 പേര് അവർക്ക് അവരുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളും ഈ ബുക്കിൽ അവർ ബ്രീഫ് ചെയ്യേണ്ട ഭാഗങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊരു ആ ഒരു സ്മോൾ ചേഞ്ച് ആണ് നമ്മളിൽ വരുത്തിയിട്ട് നമ്മൾ ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കുന്നത് എന്നുകൂടെ നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു എന്താ പറയണ ഫുൾ മീല് കഴിഞ്ഞിട്ട് ഡെസേർട്ട് കഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറി പോലെ ജീവിതത്തിലേക്ക്. കാരണം ഇനിയൊരു സിറ്റുവേഷൻ വരുമ്പോ നമ്മൾക്കും ഈ ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം ഒരാള് അപ്ലൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് വിൻ ചെയ്ത ഒരു ടൂൾ അല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി വെയിറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഓവർ ടു രഞ്ജിനി ചേച്ചി. ഉഷ, ഇതിന്റെ ഇൻട്രൊഡക്ഷനും ഇതും കഴിഞ്ഞിട്ടല്ലേ സെക്കൻഡ് ചേച്ചിയുടെ വന്നിട്ടില്ലേ? ഭാഗം തൊട്ട് പറഞ്ഞോളൂ ചേച്ചി, കാരണം ബീന മാം ജോയിൻ ചെയ്തിട്ടില്ല. നോ പ്രോബ്ലം. ഓക്കെ. ഇതില് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളതും ഓൾറെഡി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അത് എന്താന്ന് വെച്ചാല് ടോൺ. നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം, ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ബി കൈൻഡ് ടു യുവർ സെൽഫ് എന്ന് ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ. ഒരു കാരണവശാലും നെഗറ്റീവ് കമന്റ്സ് നമ്മളോട് ചോദിക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആൾക്കാർ ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രം ഇത് എന്തുകൊണ്ട് സംഭവിക്കണു, എനിക്ക് മാത്രം എന്നുള്ള ഒരു സംഭവം ഇല്ല ഈ ലോകത്ത്. നമ്മള് 100% റെസ്പോൺസിബിലിറ്റി എടുക്കണം ഫോർ ദ സിറ്റുവേഷൻ ദാറ്റ് വി ആർ ഇൻ. അപ്പൊ അതില് ദൈവം നമ്മളുടെ അടുത്ത് ഇത് കാണിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇത് പറ്റണമെന്നുള്ളത് അങ്ങനെ ഇല്ല. നമ്മളുടെ ഒരു ധാരണയാണത്, അത് തെറ്റാണ്. അപ്പൊ ഒരു കാരണവശാലും നെഗറ്റീവ് കമന്റ്സ് നമ്മൾ പറയരുത്, നമ്മളോട് തന്നെ കേട്ടോ.
മറ്റുള്ളവരോട് ഒട്ടും പറയരുത്. അത് നമ്മൾ ഫോർ എന്താ ഇത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു ബുക്ക് നമ്മൾ വായിച്ചു, 4 കമാൻഡ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്, 4 എഗ്രിമെന്റ്സ്. ഫോർ അതിൽ എഗ്രിമെന്റ്സ്. പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പറയുന്നത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട്, വേണ്ടാത്ത ഒരു കാര്യം, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പോലും വരരുത് എന്ന്. ആ സെയിം സാധനം ചേച്ചി ബി ആ റൂൾ ഒന്ന് പറഞ്ഞോട്ടെ. ആ ബി ഇംപെക്കബിൾ വിത്ത് യുവർ വിത്ത് വേർഡ്സ്. യുവർ വേർഡ്സ്. കറക്റ്റ്. ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ്സ്. ആ സെയിം കാര്യം ഇവിടെ പറയുന്നുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് നമ്മളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. പറഞ്ഞില്ലെങ്കിൽ പറയണ്ട, ബട്ട് ഡു നോട്ട് സേ നെഗറ്റീവ് തിങ്സ് ടു യുവർ സെൽഫ് ആസ് വെൽ ആസ് ടു അതേഴ്സ്. അതിന് ഒന്നും കൂടെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മുടെ ടോൺ ഉണ്ടല്ലോ, ആ ടോൺ നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയും. ഒന്നില്ലെങ്കിൽ ഭയങ്കര നമ്മൾ ചാർജ്ഡ് അപ്പ് ഇമോഷൻസോടുകൂടി പറയാം, വിച്ച് ഇസ് ഷുവർ ടു ഗിവ് നോ റിസൾട്ട്സ്. അതുപോലെ തന്നെ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മളുടെ നോർമൽ ഒരു ടോണിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് എനിക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഇന്നേ വരെ ഒരു ടിക്കറ്റോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡ്രൈവിംഗ് വെരി സേഫ്, വെരി ദിസ് തിങ്. അപ്പൊ എനിക്കറിയാം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് വളരെ ഒരു ഓക്കെ സ്പീഡിലാണെന്നുള്ളത്. ഒരു തവണ എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, സ്ഥലം ലാഭിക്കാൻ വേണ്ടി ഞാൻ ലെഫ്റ്റിൽ കൂടെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് നിർത്തി, സിഗ്നലിൽ നിർത്തി. അത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു ഡോക്ടറിന്റെ വൈഫായിരുന്നു. പുള്ളിക്കാരി എന്നെ വളരെയധികം റോഡിൽ വെച്ച് ഭയങ്കരമായിട്ട് എന്നെ ഹരാസ് ചെയ്തു. ആക്ച്വലി പുള്ളിക്കാരിയുടെ ഞാൻ ഹസ്ബൻഡാന്ന് വിചാരിച്ചു, പക്ഷെ ഇറ്റ് വാസ് എ ഡ്രൈവർ. അയാൾ വന്നിട്ട് എന്റെ ഈ ഡോറിൽ ഇടിക്കുമായിരുന്നു, മീൻസ് എന്റെ കാറിന്റെ ഇതിൽ ഇടിക്കുമായിരുന്നു. അപ്പൊ ഞാനങ്ങ് വല്ലാതെ പെർപ്ലെക്സ്ഡ് ആയിപ്പോയി. അപ്പൊ ഞാൻ താത്താൻ നിന്നില്ല, താത്തയ്ക്ക് ഇയാൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയമായിരുന്നു. എനിവേ ഇവരെ കൊണ്ട് അവര് 3 തവണ റോഡിൽ നിർത്തിയിട്ട് ഇത് ചെയ്തു. അപ്പൊ ഞാൻ വളരെ പേടിച്ചു പോയി. ഞാൻ അപ്പൊ സ്പീഡും എടുക്കാൻ പറ്റില്ല, സ്പീഡ് ക്യാമറയുടെ പ്രോബ്ലം ഉള്ളത് കാരണം നമ്മൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് വേറെ സ്ഥലത്തൂടെ ഞാൻ പോവുമായിരുന്നു, ഇവർ എന്നെ ചേസ് ചെയ്യാത്ത രീതിയിൽ. സോ ആ ഓർഡേൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇവര് വളരെ വയലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഒട്ടും ചാർജ്ഡ് അപ്പ് ആവാതെയോ ഒരു രീതിയിലുള്ള ഒരു ഇതാവാതെ ഞാൻ വളരെ ഭയങ്കര നിർഭയമായിട്ടുള്ള ഒരു ടോണിലാണ് ഞാനത് പറഞ്ഞത്. സാർ ഇതാണ് സംഭവിച്ചത്. അവരെന്റെ ഗ്ലാസ്സിന് വന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് എന്നെ ത്രെട്ടൻ ചെയ്യുമായിരുന്നു. ആക്ച്വലി ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സെയിം കാര്യം ഒന്നും കൂടെ പുള്ളിയുടെ നേരെ മോനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ പോയി പറയും. ഇറ്റ് വർക്ക്ഡ് വണ്ടേഴ്സ്. ആക്ച്വലി ഒരാളെ ത്രെട്ടൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരേ ഒരു പോയിന്റ് അദ്ദേഹം തിരിച്ച് അവരോട് പറഞ്ഞു. അവർ ആ ഇതും വാപ്പസ് വാങ്ങിക്കൊണ്ട് പോയി. ഇതിലെനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളുടെ ടോൺ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നമ്മൾ പെട്ടെന്ന് ചാർജ്ഡ് അപ്പ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോൾ പോയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വളരെ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് രീതിയിൽ നമ്മളൊരു കാര്യത്തിനെ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതെന്റെ ഒരു ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു ഉഷ. താങ്ക് യു രജനി ചേച്ചി. താങ്ക് യു. തീർച്ചയായിട്ടും ആ ഒരു 4 എഗ്രിമെന്റ്സ് ഇപ്പൊ ചേച്ചി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ബുക്ക് ക്ലബിൽ അല്ലാതെ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ, കാരണം നെക്സ്റ്റ് സെക്കൻഡ് മുതൽ നമ്മളെ ഒരു ബെറ്റർ വേർഷൻ ആകാനായിട്ട് ദാറ്റ് സ്മോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജനി ചേച്ചി പറഞ്ഞു തുടങ്ങിയ ഫസ്റ്റ് എഗ്രിമെന്റ്, ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ്സ്. രണ്ടാമത്തത്, ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നുള്ളതാണ്. പേഴ്സണലി നമ്മളൊന്നും, അതായത് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഇപ്പൊ ആലിസ് മാഡം അതിനെ വേറൊരു വേർഷനിലേക്ക് മാറ്റിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റോട്ടിൽ കൂടെ കുറേയധികം ആൾക്കാർ പോകുന്നുണ്ട്. ആരാണ് ഗേറ്റിന്റെ പുറത്തിൽ നിന്ന് വർത്തമാനം പറയേണ്ടത്, ആരാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ അകത്ത് വന്ന് വർത്താനം പറയേണ്ടത്, സിറ്റിംഗ് റൂമിൽ ഇരിക്കേണ്ടത്, ഡൈനിങ് ടേബിളിൽ ഇരിക്കേണ്ടത്, നമ്മുടെ ബെഡ്റൂമിലേക്ക് എൻട്രൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ബൗണ്ടറി കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് എഗ്രിമെന്റ്. ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. ബൗണ്ടറീസ് നമ്മൾ നിശ്ചയിക്കേണ്ടതാണ്. മൂന്നാമത്തെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്, യെസ്, ഡു നോട്ട് മേക്ക് അസംഷൻസ്. ആ അസംഷൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആണ് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അസ്യൂം ചെയ്യാതെ, എക്സ്പെക്ട് ചെയ്യാതെ, ജസ്റ്റ് ആസ്ക് ഫോർ ഇറ്റ്. ഈ നമ്മൾ ചോദിക്കുമ്പോൾ ആ ആദ്യം പറഞ്ഞ 2 എഗ്രിമെന്റ് മനസ്സിലുണ്ടായാൽ മതി. ആൻഡ് ഫോർത്ത് ഇസ് ദ ബ്യൂട്ടിഫുൾ, ഡു യുവർ ബെസ്റ്റ്. ദാറ്റ് ഇസ് ദ 4 എഗ്രിമെന്റ്സ്. ഓദറിന്റെ പേര് മറന്നുപോയി, ചേച്ചി ഓർക്കുണ്ടോ? ഒരു പ്രൊണൗൺസ് ചെയ്യാനും ഇച്ചിരി ബുദ്ധിമുട്ടാ. അതെ, ഇല്ല ഞാൻ ഓർക്കണില്ല ഉഷ. അതെ അതെ. അപ്പൊ 4 എഗ്രിമെന്റ്സ് നമ്മൾ ഡോൺ മിഗ്വൽ റൂയിസ്. അതെ, ഡോൺ മിഗ്വൽ റൂയിസ്. യെസ്, ഡോൺ മിഗ്വൽ റൂയിസ് ആയിരുന്നു ഓദറിന്റെ പേര്. അപ്പൊ അങ്ങനെ പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ആ സ്മോൾ സിംഗിൾ സ്റ്റെപ്പ് തന്നെ, 1 month 1 book, തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരുപാടധികം ആശയങ്ങൾ നമ്മൾക്ക് തുറന്നു കാട്ടി തരുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ദാറ്റ് ബീങ് കൈൻഡ് ടു അവർ സെൽഫ്. ഞങ്ങൾ അത് എന്തായാലും പ്രാവർത്തികമാക്കും. ആൻഡ് ഓവർ ടു ഷിബ മാം. ഹലോ. യെസ് മാം. ഗുഡ് ഈവനിങ് everybody. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്റെ നെറ്റ് ഭയങ്കര വീക്ക് ആണെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. കേൾക്കാൻ കാണാം പറ്റുമോ? ഇപ്പോ, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ഓക്കെ. യെസ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് നെറ്റിന്. ഇപ്പൊ കേൾക്കാം. ഇതില് നല്ല ഒരു ബുക്കായിരുന്നു ശരിക്കും, ഈ സ്മോൾ സ്റ്റെപ്സ് വൺ ക്യാൻ ടേക്ക് സ്മോൾ സ്റ്റെപ്സ്. എനിക്ക് 4-5 ചാപ്റ്ററാണ് എനിക്ക് കിട്ടിയത്. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ടേക്ക് സ്മോൾ ആക്ഷൻസ്, 5 സോൾവ് സ്മോൾ പ്രോബ്ലംസ്. ഇത് നമ്മളൊക്കെ ലൈഫിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ചെയ്ത് ശീലിക്കേണ്ടത് തന്നെയാണ്. ഞാനത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ രഞ്ജിനി മാമൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ നമ്മള് അമിഗ്ഡാലേനെ പ്രകോപിപ്പിക്കാതെ, അതായത് ബ്രെയിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മള് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ളത്. ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നമ്മള് മറ്റുള്ളവര് ചിരിക്കുന്ന ഗോള് ആയിരിക്കണം നിങ്ങളുടെ എന്നാണ് രക്തൻ ടാറ്റ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ ചിരിക്കണം. കാരണം ഇത് നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചിരി. അവർക്ക് ചിരി വരുന്നില്ലെങ്കിൽ നമ്മുടെ ഗോൾ അത് ഗോളല്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ അത്രയ്ക്ക് വലിയൊരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ സെറ്റ് ചെയ്യുന്ന ഗോള് അത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, ഇതൊരു ഇൻഹെറിറ്റഡ് റിലക്റ്റൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മളോട് അപ്പൊ തന്നെ പറയും ഇത് നടക്കില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ആ വഴി പോവുകയും ചെയ്യും. നമ്മളിത് നടക്കില്ല എന്ന് ആദ്യം തന്നെ, ആ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ അപ്പൊ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സക്സസിന്റെ ട്രെയിനർ അവിടെ തുടങ്ങി. ഇതിനകത്താണെങ്കിൽ നമ്മൾ പതുക്കെ പറയാം, ഞാൻ എന്റെ ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോ ഇത്രേ ചെയ്യുന്നുള്ളൂ, വളരെ ചെറിയൊരു കാര്യം ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ ആ ഒരു ചെറിയ കാര്യം ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ചോക്ലേറ്റ്, അതായത് ഈ ഒബേസിറ്റി ഉള്ളവർക്ക് മധുരത്തോട് താല്പര്യമായി. അപ്പൊ അവര് വണ്ണം കുറയ്ക്കുമെന്ന് പറയുമ്പോൾ മധുരം കുറച്ചാൽ മതി. ചോക്ലേറ്റ് കഴിക്കുന്നത് കുറയ്ക്കാനാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. ചോക്ലേറ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു ബൈറ്റ് കളയുക എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ബൈറ്റ് കളയണമെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ഞാൻ ഈ ചോക്ലേറ്റ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്, ഞാൻ ഒരു കടിയെ ഞാൻ കളയുന്നുള്ളൂ എന്നാണ് ഞാൻ ബ്രെയിനോട് പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ അത് 2 ബൈറ്റായി. അങ്ങനെ അങ്ങനെ വന്ന അവസാനം നമുക്ക് കളയാൻ, നമുക്ക് ഇനി കഴിക്കാനൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് അവസാനം നമ്മളവിടെ സക്സസ് ആകുക. അത് നല്ല ഒരു ഹാബിറ്റായിട്ട് എനിക്ക് തന്നെ തോന്നി വന്നപ്പോഴത്തേക്കിന്. ഇത്രയും സിമ്പിൾ ആയിട്ട്. അതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു ഹോസ്പിറ്റലില്, ഒരു ക്ലിനിക്ക് നടക്കുന്നിടത്ത് അവിടെ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് അവരൊരു ടൈം കൊടുത്ത് ആ ടൈമിൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു സ്ഥിതി വരുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പൊ 3 മണിക്ക് ഒരാളോട് വരാൻ പറഞ്ഞ 3 മണിക്ക് തന്നെ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്ന് അവർക്ക് സമയം. അപ്പൊ ഈ വരുന്ന പേഷ്യൻസിനൊക്കെ ഭയങ്കര വിഷമം, അവർക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരണമെന്നാണ്. അപ്പൊ പേഷ്യൻസ് അങ്ങ് കുറഞ്ഞു പോയിട്ട് ആസ്പത്രി റൺ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക്. അപ്പൊ ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് മുമ്പിൽ, ഒരുപാട് സ്റ്റാഫിനെ വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ
കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന കുറെ കാര്യങ്ങളാണ് അവർ ആദ്യം ചെയ്തത്. അപ്പോൾ ഹോസ്പിറ്റൽ ഓൾറെഡി ലോസിലാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അതിന്റെ ഓണേഴ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ കേസ് ആൻഡ് ടെക്നിക്ക് അവർ പ്രയോഗിച്ചത്. അപ്പൊ അവരതിൻ്റെ അകത്ത് പറയും, ഒരു പേഷ്യന്റ് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കിന് ആ ഹോസ്പിറ്റലിലെ ഡെസ്കിൽ ഇരിക്കുന്നവർ, ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്നവർ തന്നെ അവരോട് വിശദീകരിക്കുകയാണ്, പുതിയൊരു എമർജൻസി കേസ് വന്നിരിക്കുന്നു, ഡോക്ടർക്ക് അവിടേക്ക് പോകേണ്ടി വന്നു, അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ എത്തുമ്പോൾ ഡോക്ടർ തന്നെ അങ്ങനെ തന്നെ പറയുന്നു, കേട്ടോ എനിക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നേ, എനിക്ക് ഇങ്ങനെ ഒരു എമർജൻസി കേസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒരു പേഷ്യന്റ് ഒരു എമർജൻസി അറ്റൻഡ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കിന് അവിടെ ഭയങ്കര ഡിഫറൻസ് ആണ് വന്നതെന്നാണ് പറയുന്നത്. കാരണം പിന്നെ ആർക്കും പരാതിയില്ല, പേഷ്യൻസ് ഒക്കെ ഒരുപാട് വന്നു തുടങ്ങി. ഈ ഒരു ടെക്നിക്ക് മാത്രമേ പ്രയോഗിച്ചുള്ളൂ പറഞ്ഞാൽ എല്ലാ സ്റ്റാഫിനും ഈ ട്രെയിനിങ് കൊടുത്തു. ഇങ്ങനെ എല്ലാ പേഷ്യൻസിനും വരുന്ന പേഷ്യൻസിനോടൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് കാരണം എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ, അത് മാത്രമേ അവർ ചെയ്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവുമായിരിക്കും നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ലൈഫിലൊരു ഉണ്ടാക്കണം. അത് ബോധ്യപ്പെടുക എന്നുള്ളത് ഒരു നല്ലൊരു ബുക്കാണ്, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷീബ മാം. ഷീബ മാം ഇതിനോടുകൂടി ചേർത്ത് വെക്കാനായിട്ട് ഇപ്പൊ ഷീബ മാം പറഞ്ഞില്ലേ, ഒരു ഗോള് നമ്മള് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്, രത്തൻ ടാറ്റ കൂട്ടിയും പറഞ്ഞു, ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവര് ചിരിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അപ്പൊ ഷീബ മാമിനോട് ഈ ഒരു ബുക്കിന്റെ പശ്ചാത്തലത്തില് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മാഡം ഈ ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വളരെ എന്താ പറയണേ ഇൻസ്പയറിംഗ് ആയിട്ടാണ് നോക്കി കാണുന്നത്. മാഡം ഇങ്ങനെ ഒരു സംരംഭം, ഒരു എന്റർപ്രണർ എന്നൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ മാമിനും മാമിന്റെ ചുറ്റും ഉണ്ടായിരുന്നവരിൽ നിന്ന് എന്തായിരുന്നു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നത്? അത് ഒരു എങ്ങനെ നമ്മുടെ ഈ ഒരു പാത്തിലേക്ക് ഹെൽപ്പ് ചെയ്തു? ഞാനിപ്പോ ഈ ബിസിനസ് തുടങ്ങിയത് ശരിക്കും എന്റെ ഒരു പാഷൻ മാത്രമാണ്. കാരണം എന്നെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ ഒരു എഞ്ചിനീയർ പോയി ബൊട്ടിക്ക് തുടങ്ങുക എന്നുള്ള ഒരു ചോദ്യം ആദ്യമേ ഉണ്ട്. എഞ്ചിനീയറുടെ പണിയാണോ ബൊട്ടിക്ക്? ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നോട് ചോദിച്ചത് ബിസിനസ് കൺസൾട്ടൻസി, എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ ആ ഫീൽഡൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഡിഫറെന്റ് ഒരു ഇതിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്റെ ചുറ്റിലുള്ളവരാണ് എന്നെ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു ഫ്രണ്ട്സ് ഒക്കെ കേട്ടപ്പോ ആദ്യമൊക്കെ ഒരു അതിശയമായിരുന്നു. ഇവ ഹലോ, എന്തിനാണ് ഈ ഇങ്ങനെ സാരി ഇപ്പൊ ഈ പറഞ്ഞ ഗോളെന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ ഒരു മാസത്തിൽ ഒരു സാരി ഞാൻ വിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഗോളല്ല എനിക്ക്. ഒരു ദിവസം 8 സാരി വിൽക്കും എന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്താ പറയുന്നത്, മറ്റൊരു മറ്റൊരു കേട്ട് കഴിഞ്ഞാൽ നീ ഒരു മാസം ഒരു സാരി വിൽക്കും, എല്ലാവരും ചിരിക്കും. അതിലെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോളല്ലെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഞാൻ 10 സാരി വിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഒരു എമൗണ്ട് വന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്കാണ് ഞാനിപ്പോ ഗോൾ സെറ്റ് ചെയ്ത് പോകുന്നത്. ഗോൾ സെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ പോലും ബിസിനസ് അല്ലെങ്കിൽ പോലും നമുക്കൊരു ഗോൾ ഉണ്ടാവും. ആ ഒരു ഗോള് നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു ഗോളുണ്ട്, അറിയാണ്ട് പോകണമെന്നാണ്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് ഇങ്ങനെ അപ്പൊ ഞാൻ അതിനിപ്പോ കാര്യം എന്നോട് ഒരാൾ ആവശ്യപ്പെട്ടാൽ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ആ ആളിലേക്ക് ഞാൻ പതുക്കെ എത്തുക എന്നുള്ളതാണ്. ഈ കേസും ടെക്നിക്സ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ആ ആളിലേക്ക് എത്താം. അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരാൾ വന്ന് എന്റെ അടുത്തും സാരി വാങ്ങിക്കാൻ ഞാൻ ജയലക്ഷ്മി ശ്രീമാട്ടി അല്ല. ഡെഫിനറ്റ്ലി. അപ്പൊ ആ രീതിയിലേക്ക് ഇല്ല. അവർക്ക് ജസ്റ്റ് 2 വീഡിയോ അയച്ചു കൊടുക്കുക സാരീസിന്റെ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പിന്നെ കോണ്ടാക്ട് ചെയ്യുക, വീണ്ടും ഞാൻ അതുപോലെ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ അവരെ ഒരു കസ്റ്റമർ ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ മാം. ശിവ മാം, താങ്ക് യു. നൗ ബീന മാം ലേറ്റ് ആയിട്ടാണ്, നമ്മൾ ആദ്യത്തെ 2 ഭാഗങ്ങൾ കഴിഞ്ഞു. ബീന മാം ആണ് തുടക്കത്തില് നമുക്ക് പവർഫുൾ ആയിട്ട് ഈ കേസ് ആൻഡ് ടെക്നിക്ക് തുടങ്ങി ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാർട്ടും. യെസ്, ഓവർ ടു യു ബീന മാം.
ഹലോ, ഇടത്തിന്റെ മൈക്ക് ഓൺ ആണ്. ഹലോ, എനിക്കാണോ കേൾക്കാത്തെ? ഹലോ, ഇല്ല, മ്യൂട്ട് ചെയ്തേക്കാണല്ലോ ബീന മാം. മാഡം ഓൺ ചെയ്യുന്നുണ്ട്, ഒരു അല്ല, ശബ്ദം വന്നില്ല എന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സൗണ്ട് വരുന്നില്ല. ബീന മാം ടൈപ്പ് ഞങ്ങൾ പറയണ കേൾക്കാമോ ബീന മാമിന്? ബീന മാം ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. ആ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ നമ്മളെ? യെസ്. ഹലോ, എന്നാ നമുക്ക് ജെയ്മി ടീച്ചറിലേക്ക് പോയിട്ട് ബീന മാമിലേക്ക് തിരിച്ചു വരാം. ഓവർ ടു ടീച്ചർ. യെസ്, Anyone, യെസ്. one small step can change your life. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാത്തിലും നമ്മുടെ ജീവിതത്തില് എന്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ സ്റ്റെപ്പ് നമ്മള് ഈ ഇവിടെ ഇത് പറയുമ്പോ തന്നെ പറയുന്നുണ്ട്, കൈസന്റെ തിയറി എന്ന് പറയുന്ന ഒരു പുതിയ തിയറി അല്ല. ഓൾറെഡി പല രീതിയിലും ഇപ്പോ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പൊ ഈ സ്മോൾ നമ്മൾ ഈ ഗസ്റ്റാൾട്ടിന്റെ ഒക്കെ തിയറി നമ്മൾ എഡ്യൂക്കേഷനിലൊക്കെ നോക്കുമ്പോ അറിയാൻ പറ്റും. അപ്പൊ പാർട്ട് ടു ഹോൾ അല്ലെങ്കിൽ സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നൊക്കെ പറയുന്ന തിയറീസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോഴും ആ ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇതിനെ വളരെ നമ്മുടെ ലൈഫിനോട് ചേർത്ത് വെച്ചിട്ടാണ് കൈസൻ പറഞ്ഞിട്ടുള്ളത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, കേൾക്കാം. അപ്പൊ ഇടയില് ബീന മാഡം കുഴപ്പമില്ല, നമ്മൾ കണ്ടിന്യൂ. പറഞ്ഞോളൂ. ഞാനാണോ പറയേണ്ടത്? ബീന മാം പറയൂ പറയൂ. കേക്കാം. ഇപ്പൊ കണ്ടിന്യൂ. എന്നാ ബീന മാം കണ്ടിന്യൂ ചെയ്യുന്നോ? മാം തുടങ്ങിയതല്ലേ, അങ്ങനെ വേണ്ട. മാം ചെയ്തോട്ടെ, ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ മാം, ഓക്കെ ബീന മാം. ലാസ്റ്റ് ആവാം. യെസ് യെസ് യെസ്, ഡെഫിനറ്റ്ലി. യെസ്, ജെയ്മി ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ബീന മാം, താങ്ക് യു. അപ്പൊ എനിക്ക് ഇത്തവണ വളരെ ഞാൻ ഓഫർ ചെയ്ത് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു. ഉഷ മാമിനോട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് എനിക്ക് തരണേ. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴേക്ക് എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ആകെ ഞാൻ എന്നിട്ടൊരു സോറി ഒക്കെ പറഞ്ഞു മാമിന് ഇട്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആയി പോയി എന്നൊക്കെ. അപ്പൊ എനിക്ക് പക്ഷെ എന്തായാലും ഞാൻ ഓർദ്ദേമ ഞാൻ ഈ ബുക്ക് വായിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയനെന്നുള്ളൊരു അതിപ്പോ ഞാൻ മാത്രമല്ല, ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ ബുക്ക് വാങ്ങിക്കാൻ എനിക്ക് ഓൺലൈൻ അങ്ങനെ ഓർഡർ കൊടുക്കാത്ത സമയത്ത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കും. കാരണം എനിക്ക് അപ്പൊ ഞങ്ങള് ഹസ്ബൻഡിന് അടുത്ത് പറയുമ്പോ ഹസ്ബൻഡും ചിലപ്പോ ഞങ്ങൾ ടീച്ചിങ് ആയതുകൊണ്ട് ആളും ഇപ്പൊ പെട്ടെന്ന് ആ ബുക്ക് കാണുമ്പോ വായിക്കാൻ നോക്കും, എടുക്കും. അപ്പൊ ഇന്നിപ്പോ പറഞ്ഞുള്ളൂ, ഞങ്ങളിപ്പോ പറഞ്ഞതിറങ്ങിയത് ചെറിയ മോനുണ്ടല്ലോ, അപ്പൊ മോനെ കൊണ്ടൊന്ന് പുറത്തോട്ട് പോയി. അപ്പൊ മോള് ട്യൂഷൻ ടീച്ചർ വന്നപ്പോ അവരൊന്ന് പുറത്തേക്ക് പോകുമ്പോ മോളെയും കൊണ്ടുപോയി. അപ്പൊ അവൾക്ക് പാർക്കാണ്. അപ്പൊ കൊണ്ടുപോവണ്ടെന്ന് വിചാരിച്ചു, എന്നാൽ അവള് വിളിച്ചതല്ലേ, അപ്പൊ പോയേക്കാം. നമ്മുടെ മുൻപിൽ വരുന്ന ഈ സിംഗിൾ ആക്ഷനും എന്താ പറയുക, ചെറിയ ചെറിയ എൻജോയിങ് സ്മോൾ മൊമെന്റ്സ് എന്ന് പറയില്ലേ, നമ്മള് ഇന്നത്തെ ഒരു ഫാസ്റ്റ് ഫേസ് ഓഫ് ലൈഫിൽ അത് കിട്ടണില്ല, അത് ചെയ്യണില്ല. നമ്മള് അല്ല, എന്റെ കാര്യം കൂടി ആട്ടോ ഞാൻ പറയണേ. നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോ കുട്ടികളെ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പണം മുടക്കിയിട്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും അങ്ങനെ ഒരു ഫേസിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു മിഡിൽ ക്ലാസ് സെക്ടറിലേക്ക് പോകുന്നതോറും നോർമലി അങ്ങനെ രീതിയിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ച് ടൈം കണ്ടെത്തി നമ്മൾ അല്ലെങ്കിൽ ഫിലിമിന് ബുക്ക് ചെയ്ത്, അതല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി പേ ആൻഡ് പാർക്കിൽ അങ്ങനെയൊക്കെ. പക്ഷെ ഈ കുഞ്ഞു ഇതുണ്ട്, കുട്ടികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണ അതൊക്കെ തന്നെയാണ്. ഇത് സ്മോൾ ആർട്ട് ഓഫ് ഒരു ഗസ്റ്റർ ഉണ്ട്. അപ്പോ ഒരു പാർക്കിൽ കൊണ്ടുപോവാ, നമ്മുടെ മുമ്പിൽ തന്നെയുള്ള സന്തോഷങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നുകൊണ്ട് ഇവിടെ ഈ 5, 6, 7, 8 ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്മോൾ റിവാർഡ്സ്. എല്ലാത്തിനെയും സ്മോൾ ആക്കിയിട്ട് എത്ര ചെറിയ കാര്യങ്ങൾ കൊടുത്തിട്ട് വലിയ സന്തോഷം എങ്ങനെ നേടാം, അല്ലെങ്കിൽ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അല്ലാതെയും പ്രത്യേകം പറയുന്നുണ്ട്, ബിസിനസ്സിലോ
നിങ്ങൾക്ക് എന്ത് കാര്യം ലൈഫിൽ അപ്ലൈ ചെയ്യണോ നിങ്ങൾക്ക് അത് പറ്റും എന്നാ പറയണേ. നേരത്തെ മാം പറഞ്ഞ പോലെ ഫുഡ് ഡയറ്റ് പ്ലാനിലേക്ക് കൊണ്ടുവരണോ, വെരി ഈസി. ഞാനത് ഇത് അറിയാണ്ട് നമ്മൾ ഷുഗർ കട്ട് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. കുഞ്ഞു ഷുഗർ കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ ഷുഗർ ചായയിലെ ഷുഗർ, പക്ഷെ അത് നമ്മൾ പതുക്കെ പതുക്കെ വന്നപ്പോൾ നമുക്ക് ആ ഷുഗറിനോടുള്ള ഒരു അഫിനിറ്റി പൂർണ്ണമായിട്ടും കുറയാണ്. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, വണ്ണൊന്നും കുറഞ്ഞില്ലെങ്കിൽ പോലും. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും ലൈഫിലേക്ക് എനിക്കത് ഭയങ്കര ഒരു ഗുണാണ്. അപ്പൊ അങ്ങനത്തെ ഡയറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിലൊക്കെ ഒരു ബിസിനസ് സെക്ടറിൽ പറയുന്നത് ഒരു ജസ്റ്റ് ഒന്നെടുത്ത് പറഞ്ഞതാണ്, മൈന്യൂട്ടായിട്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക, ശ്രദ്ധ എന്ന് പറയുന്നത് പ്രത്യേകം ആള് പറയുന്നുണ്ട്. കാരണം അത് നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുക എന്നുള്ള ആ ഒരു നെഗറ്റീവ് അല്ലാതെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരാളുടെ. അപ്പൊ ചില കാര്യങ്ങള് വേസ്റ്റ് ആക്കുകയാണ്. അപ്പൊ വേസ്റ്റ് ആക്കി കളയണമെന്ന് പറയുമ്പോൾ ഗ്രംബിൾ ചെയ്യാണ് ചിലപ്പോഴൊക്കെ വരുമ്പോ, പിന്നെ എല്ലാ ദിവസവും വേസ്റ്റ് ആക്കണം. അപ്പൊ ആളൊരു പറയാണ്, ഇവിടെ എയർ ഹോസ്റ്റസ് എയർലൈനിൽ വന്നപ്പോ സാലഡ്സ് കൊടുക്കുമ്പോ ഈ സാലഡില് കംപ്ലീറ്റ് ആയിട്ട് ഒലീവ്സ് കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവർ കഴിക്കണില്ല. അപ്പൊ ഒരു എയർ ഹോസ്റ്റസ് അതിങ്ങനെ കണ്ടുപിടിച്ചു. പുള്ളിക്കാരി അങ്ങനെ കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ആള് നോക്കി കഴിഞ്ഞപ്പോ ഇതിന് സാലഡിന് ഐറ്റത്തിനാണ് കാശ് കൊടുക്കുക. അപ്പൊ 4 ഐറ്റം സാലഡും ഉണ്ട്, 5 ഐറ്റം സാലഡും ഉണ്ട്. ഇവരെടുത്തേക്കുന്നത് 5 ഐറ്റം സാലഡാ. അപ്പൊ ഈ 4 ഐറ്റം എന്നുള്ളത് 5 ഐറ്റത്തിലേക്ക് മാറുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട് റേറ്റിന്. പക്ഷെ ഈ 5th ഐറ്റം എന്ന് പറയുന്ന ഈ സംഭവം ഒലീവ്സ് വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആളുകൾ. ഇവര് എന്ത് ചെയ്തു, അതിനെ ആ ഒലീവ്സിനെ കട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല, ആരോടും ഗ്രംബിൾ ചെയ്യാൻ പോയില്ല, ഒന്നും ചെയ്തില്ല. അതിനെ അവരത് പ്രോഫിറ്റ് ആക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അവര് ആ ഒലീവ്സ് കട്ട് ചെയ്തിട്ട് 4 ഐറ്റത്തിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോ വേസ്റ്റേജും വരണില്ല, ഗാർബേജ് പ്രശ്നങ്ങളും വരണില്ല. പക്ഷെ അത് അവർക്ക് ഭയങ്കര പ്രോഫിറ്റ് കിട്ടി. അപ്പൊ അത് ഒരു ഈ പറഞ്ഞ ബിസിനസ്സിൽ വരിക. പിന്നെ ഏറ്റവും രസമായിട്ട് നല്ല ഭംഗിയായിട്ട് റിലേഷൻഷിപ്പിന് ഭയങ്കര പ്രാധാന്യമാണ്, എസ്പെഷ്യലി നമ്മൾ ഈ പാർട്ട്നേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ അവര് പറയാണ് നമ്മളെല്ലാരും ലൈഫിലെ ബിഗ് പ്രൈസസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എപ്പോഴും ഇപ്പൊ നമ്മളായിക്കോട്ടെ എല്ലാരും വിവാഹം കഴിച്ചവരാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ ആ ബിഗ് പ്രൈസസ് ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാം. ഒരു ആക്ട് ഓഫ് ഒരു എന്താ പറയണ, ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റർ ആയിരിക്കാം, ചിലപ്പോ ഒരു പാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു റെക്കഗ്നിഷൻ ആയിരിക്കാം. എന്തേ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണേ, സോ ഹോപ്പ് യു ആർ നോട്ട് വെൽ എന്ന് ചോദിക്കുന്നതായിരിക്കാം ചിലപ്പോ ആ സമയത്ത് നമുക്ക് ഒരു സന്തോഷമാണ്. അത് ഇപ്പൊ അധ്യാപകരായിട്ട് ഞാൻ ഒരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് പലപ്പോഴും ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഈ സോറി അതും കൂടെ പറയുവാണേ. അപ്പൊ ഒരു കുട്ടി അമ്മയില്ല, അപ്പൊ ഞാൻ വേറെ സ്ഥലത്ത് ഇപ്പൊ ട്രാൻസ്ഫർ ആയിട്ട് പോയപ്പോ ആ കുട്ടി ഇപ്പോഴും ബാക്കിലിരിക്കണേ. അവന് അമ്മയില്ലാത്തതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അവൻ ബാക്കിലിരിക്കുമ്പോ ആരും തന്നെ അവനോട് ചോദിക്കാറില്ല എന്താ ബാക്കിലിരിക്കണേ, അല്ലെങ്കിൽ മോൻ കയറി വാ എന്നോട്. അപ്പൊ അവൻ അങ്ങനെ ഇരിക്കും, ആരും ചോദിക്കണ്ട, അതൊരു പ്രത്യേകത, അപ്പൊ അവനോട് ചോദിക്കണ്ട എന്നുള്ള രീതിയിലാ. +2 ലെവലിലൊക്കെ ആവുമ്പോ നമുക്കറിയാലോ അതിൻ്റെതായിട്ടുള്ള കുറെ ഇതൊക്കെ ഉണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് വിശേഷമൊക്കെ ചോദിക്കും. അപ്പൊ എന്നോട് അവനൊരു ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചിട്ട് പറയാണ്, എന്റെ മിസ്സേ ഞാൻ ഇവിടെ ഇത്രയും ദിവസം വന്നിരുന്നിട്ട് എന്നോട് ഒരാള് പോലും ചോദിക്കാറില്ല ഞാൻ ഇവിടെ എന്തായിരിക്കണേ. പക്ഷെ അപ്പൊ ആ കുട്ടി, അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും അവന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവനൊരു കുറവുണ്ട്, ഒരു കുറവിലൂടെ വന്ന കുട്ടിയാ. നമ്മള് പലപ്പോഴും അമ്മയും അപ്പനും നമ്മളെല്ലാരും ഉണ്ടായിട്ട് പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടത് കൊടുക്കാൻ നമുക്ക് സാധിക്കണില്ല. അപ്പൊ ഒരു സിംഗിൾ പാരന്റ് ആവുമ്പോ, പ്രത്യേകിച്ചും അവർക്ക് ഒത്തിരി ഫാമിലി ഇഷ്യൂ കൂടെ ഉള്ളപ്പോ നമ്മളപ്പോ പലപ്പോഴും ഞാൻ അവനൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ അവന് എന്തേ മോനെ, അല്ലെങ്കിൽ അവന് ആ സമയത്ത് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഇതല്ല കൊടുത്തേക്കണം. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മുൻപിലിരിക്കുന്ന ഒരു വാക്കായിരിക്കാം ചിലപ്പോ ഒരു സൂത്തിങ് ആയിട്ട് ആളുകൾക്ക് വരിക. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഈ സിംഗിൾ സ്റ്റെപ്പ് കൊടുക്കാനായിട്ട്, ഒരു സ്മോൾ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ചിലപ്പോ നമുക്കൊരു ഓഫർ ചെയ്യണത് ഒരു ടീ ഓഫർ ചെയ്തോണ്ടായിരിക്കാം, അപ്പൊ അത് മെയിൻലി ഞാനിപ്പോ അത് എന്റെ ലൈഫായിട്ട് ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോ ഇപ്പൊ വയ്യാതിരിക്കുകയാണല്ലോ, ഒരു ടീ എന്ന് അപ്പൊ അപ്പൊ അതുകൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ട്യൂഷൻ ടീച്ചറായിരുന്നു, അപ്പൊ ഞാൻ ടീച്ചറുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഒട്ടും വയ്യ. അപ്പൊ മിസ്സിന് ഞാനൊന്ന് ടീ ആണ് എടുക്കുന്നത്, ഫേസ് കണ്ടിട്ട് സുഖം ഇല്ലാട്ടോ, ഞാൻ സാധാരണ എടുക്കുന്ന കൂൾ ഡ്രിങ്ക്സ് എടുക്കണില്ല.
എനിക്ക് മിസ് എനിക്ക് എപ്പോഴത് കഴിഞ്ഞപ്പോ എന്നോട് ഞാൻ മോളെ ഒന്ന് എന്റെ മോളുടെ കൂടെ ഇത് ഇവിടെ വരെ ഞാനൊന്ന് പാർക്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് നിർബന്ധം പറയാ. പക്ഷെ എനിക്കത് മനസ്സിലായി മിസ്സിന് എന്തോ ഒരു ആ സമയത്ത് ഒരു സന്തോഷത്തിന്റെയാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് എനിക്ക് ഡിനൈ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വിട്ടു. അപ്പൊ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ പറയാതെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് പ്രത്യേകിച്ച് പറയണ്ട. അപ്പൊ ഒരുപാട് നന്ദി പറയാണ് ഈ പ്രചോദനയോട്. ഓരോ മാസവും നമ്മുടെ ജീവിതത്തില് വരുന്ന മാറ്റങ്ങള്. ഇപ്പൊ കൈസന്റെ കാര്യം ഞാൻ ഹസ്ബൻഡും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ജോസോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് ഇതില് കുട്ടി കുട്ടി കാര്യങ്ങള് എൻജോയ് ചെയ്യിക്കാൻ നമ്മൾ പഠിക്കണം. കാശ് വേണ്ട, നമുക്ക് അത് നമ്മൾ പഠിക്കണം രണ്ടുപേരും. അപ്പൊ എന്നോട് പറഞ്ഞു കൈസനല്ലേ എന്ന്. അപ്പൊ ഞാൻ കൈസൻ ടെക്നിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ വായിച്ചോ? ഓൾറെഡി ഞാനിപ്പോ വായിക്കാൻ തുടങ്ങി, 2 ചാപ്റ്റർ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞപ്പോ ഈവൻ ഈ പ്രചോദനയിലൂടെ പ്രചോദനയിലൂടെ ഒരുപാട് ഫാമിലി, ഒരു കുടുംബം, ഞാനിവിടെ അംഗമായി എന്ന് പറയുന്ന എന്നിലൂടെ എന്റെ കുട്ടികളായിക്കോട്ടെ, എന്റെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എന്റെ കൊലീഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് യു ആർ ജസ്റ്റ് ഡൂയിങ് എ ഗ്രേറ്റ് വെഞ്ചർ എന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് നീണ്ടുപോകും. അത്രമാത്രം 2 ചാപ്റ്ററേ ഉള്ളൂ എങ്കിൽ പോലും ലൈഫിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ബുക്കാണ്. എസ്പെഷ്യലി ഫാമിലി റിലേഷൻഷിപ്പും നമ്മുടെ പാർട്ട്ണർ റിലേഷൻഷിപ്പും വളരെ പ്രാധാന്യത്തോടെ ഇതിൽ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ട്രൈ ടു ഇൻകോർപ്പറേറ്റ് ദീസ് സ്റ്റെപ്സ് ടു ഇൻ ആർ ലൈഫ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വൺസ് അഗെയിൻ താങ്ക് യു. താങ്ക് യു ജെയിമി ടീച്ചർ. എന്തായാലും കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞു. കാരണം ഓരോ വീടുകളിലേക്കും അതായത് ടീച്ചേഴ്സ് ആകുമ്പത്തെ പ്രത്യേകത, ഡോക്ടേഴ്സ് ആകുമ്പത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേരിലേക്ക് നമ്മൾക്ക് നോളജ് ക്യുമുലേറ്റീവ് ആവുന്നു പറയും. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഗുണം അവരിലേക്ക് എത്തിക്കാൻ എന്തായാലും ഈ ബുക്ക് ക്ലബ്ബ് ഒരു നിമിത്തമാവുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു വാർത്താണ്. താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് പോസിബിൾ. നിങ്ങൾ ഓരോരുത്തരുമാണ് പ്രചോദനയുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോ ഒബ്സർവേഷൻ സ്കില്ലിനെ കുറിച്ചും ഈ സ്മോൾ ഗോൾസ് സെറ്റ് ചെയ്ത്, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഗോൾസ് സെറ്റ് ചെയ്ത്, ഗോൾ ഉണ്ടെങ്കിലേ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നും, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബി കൈൻഡ് ടു യുവർ സെൽഫ് എന്നുള്ള ആ ഒരു ആശയവും ഇത്രയുമാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയത്. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മളിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയി എത്തിച്ചു തന്ന ബീന മാമിലേക്ക്. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, സോറി. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ആദ്യമാണ് പറയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അമ്പലത്തിലൊരു പ്രോഗ്രാമിന് സോറി. അപ്പോ കേസിന്റെ ഇത് എല്ലാവരും വളരെ നന്നായിട്ട് പറഞ്ഞു. ഇനി ഞാൻ എന്ത് പറയാനുള്ളതെന്ന് എനിക്ക് അറിയില്ല സത്യത്തില്. കാരണം ഇതൊക്കെ തന്നെയാണ് ഞാനും ആദ്യം പറഞ്ഞത്. അതായത് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അത് എത്ര വലിയ ജേർണി ആണെങ്കിലും നമ്മുടെ ലൈഫിനെ റിലേറ്റഡ് ആണെങ്കിലും ആദ്യം ഒരു കുഞ്ഞ് സ്റ്റെപ്പ് വെച്ചാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളുടെ ആ ജീവിതം മുന്നോട്ട് പോകുന്ന അതേ തിയറി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ ഫിലോസഫി തന്നെയാണ്. ഈ ഒരു കൊച്ചു സ്റ്റെപ്പില് ഒരു വലിയ ജേർണി എന്ന് പറയുന്ന പോലെ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്ക്, ഇപ്പോ ഏറ്റവും മടിയുള്ള കാര്യം റീഡിങ് ആണെങ്കിൽ ആദ്യത്തെ ദിവസം ആ ബുക്ക് എടുത്തു വെക്കുക എന്നുള്ളത്, അടുത്ത ദിവസം നമ്മൾ ബെഡിൽ കിടന്നിട്ട് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ബിഫോർ ഗോയിങ് ടു ബെഡ് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ ബുക്ക് എടുത്തു വെക്കുക ആദ്യം. ആദ്യത്തെ ദിവസം അത് നെഞ്ചത്ത് വെച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അടുത്ത ദിവസം അതിലത്തെ ഒരു സെന്റൻസ് വായിക്കുക, അതായി. അടുത്ത ദിവസം പിന്നത്തെ ദിവസം പിന്നെ അതല്ലെങ്കിൽ കുറച്ചു ദിവസം ഓരോ സെന്റൻസ് വായിച്ചാൽ മതി. പിന്നീട് അതൊരു പാരഗ്രാഫായിട്ടും, പാരഗ്രാഫ് ഒരു പേജായിട്ടും, പേജ് ഒരു ചാപ്റ്റർ ആയിട്ടും മാറുമ്പോൾ അങ്ങനെ നമ്മളുടെ റീഡിങ് ഹാബിറ്റ്, ആ കിടന്നുറങ്ങുമ്പോ വായിക്കണം എന്നുള്ള ആ ഒരു ഹാബിറ്റ് വളരും. പക്ഷെ ഇതിലെ മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പെല്ലിംഗ് ദ മിത്ത് ഓഫ് ഇൻസ്റ്റന്റ് ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റന്റ് ചേഞ്ച് ഒരിക്കലും ഒരാൾക്കും വരുത്താനായിട്ട് സാധിക്കില്ല. ഒരു സാധനത്തെയും ഓൾ ഓൺ എ സഡൻ നമുക്ക് നമ്മുടെ ഹാബിറ്റ്സിനെയായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്
നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ അത് സാധിക്കാതെ വരുമ്പോ നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവാനോ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് കാരണം കൊണ്ട് ഡോക്ടർ മോറൻ പറഞ്ഞിരിക്കുന്നത് ഒരു കോമൺ മിത്താണ്, സിഗ്നിഫിക്കന്റ് റിസൾട്ട് റിക്വയർ ലാർജ് ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇതൊരു മിത്ത് മാത്രമാണ്. നമ്മൾ എപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആയിട്ട് തുടങ്ങി അത് വലിയതായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അവിടുന്ന് ഇപ്പൊ ജിമ്മ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞങ്ങളുടെ ടീച്ചർ റസീന മാം പറയാറുണ്ട് 10 മിനിറ്റ് ആദ്യത്തെ ദിവസം ചെയ്യുക. ഇവിടെ ഇദ്ദേഹം അതിലും ചെറുതായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ദിവസം ഷൂ എടുത്ത് കാലിലിട്. വാക്കിങ്ങിന് പോവാനാണെങ്കിൽ ഷൂ എടുത്ത് കാലിലിട്ടാൽ മാത്രം മതി ആദ്യത്തെ ദിവസം. പിന്നെ 2-3 ദിവസം നമ്മൾ വീടിനകത്ത് മാത്രം നടക്കുക. ആ ഷൂവിനോട് ഒരു സ്നേഹം വരട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കൽ തുടങ്ങുക. അത് 1/2 കിലോമീറ്റർ അങ്ങനെ കൂട്ടി നമ്മൾക്ക് എത്ര പറ്റുന്നു അത്രയും തന്നെ ചെയ്യും. ഇപ്പം ആലീസ് മാം ചെയ്യുന്ന ഹാബിൽഡ് എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യുന്നുണ്ട്. അത് ഹാബിൽഡില് അതേ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് 45 മിനിറ്റ് എക്സസൈസ് ചെയ്യണം എന്നുള്ളത് ഇല്ല. 45 മിനിറ്റിൽ ആദ്യം നിങ്ങൾ അതില് ജോയിൻ ചെയ്യ്. ആ യോഗ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ശേഷം പറ്റുന്ന പോലെ ചെയ്യുക. അദ്ദേഹം 25 എണ്ണം ചെയ്യുമ്പോ ഞാനൊരു 5 എണ്ണം ചെയ്യുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളും ചെയ്യുമ്പോ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ അതുമായിട്ട് ഇത് രണ്ടും കൂടി എങ്ങനെ ഒരേ സമയത്ത് വന്നു എന്ന് എനിക്കറിയില്ല ജീവിതത്തില്. പക്ഷെ രണ്ടും കൂടി കേസിൻ ഫിലോസഫിയും ഹാബിൽഡ് എന്ന് പറയുന്ന യോഗ ക്ലാസ്സും കൂടി ഒരുമിച്ചാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. യോഗ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് വളരെ റിലാക്സേഷൻ ഉണ്ടാകും. നമുക്ക് സ്ട്രെസ് ഭയങ്കര കുറയും. നമുക്ക് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇതൊരു സസ്റ്റൈനബിൾ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കേസിൻ ഫിലോസഫിക്ക് സാധിക്കും. സസ്റ്റൈനബിൾ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് മീനിങ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കണമെങ്കിൽ അത് മീനിങ് ചേഞ്ചസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ട്രിഗർ ഫിയർ റെസ്പോൺസ് ഇൻ ദ ബ്രെയിൻ. അതൊരു ഫിയർ റെസ്പോൺസ് ഉണ്ടാക്കും. അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് പെട്ടെന്ന് സാധിക്കില്ല. അതേ സമയം നമ്മൾ സ്ലോലി അത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് ട്രിഗറിങ് ദ ഫിയർ റെസ്പോൺസ്, നമ്മൾക്കൊരു ഭയം ഉണ്ടാക്കാത്ത രീതിയിൽ, ബ്രെയിനിനൊരു സ്ട്രെസ് ഉണ്ടാക്കാത്ത രീതിയിൽ സ്ലോ സ്ട്രെസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ സ്മൂത്ത് ആൻഡ് സ്ലോ സ്ട്രെസ് സെൽഫ് ഇംപ്രൂവ്മെന്റിന്, അതുപോലെ സ്മൂത്തർ ആൻഡ് മോർ സസ്റ്റൈനബിൾ ഇംപ്രൂവ്മെന്റിന് ഉള്ള പോസിബിലിറ്റി കൂട്ടും. അപ്പോൾ അതൊരു സ്മോൾ കണ്ടിന്യൂസ് പ്രോഗ്രസ് ബിൽഡ്സ് മൊമെന്റം. അത് ലീഡിങ് ടു ബിഗ് അച്ചീവ്മെന്റ് ഇൻ ഓവർ ടൈം. സോ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരു ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആൾക്ക് സോഷ്യൽ സ്കിൽസ് ഭയങ്കര കുറവാണ്. അപ്പോ ആള് ആദ്യത്തെ ദിവസം സ്വന്തം ഇമേജിനെ നോക്കി ചിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മിററിൽ നോക്കി ചിരിക്കുക. ഒരാളോടും ചിരിക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്തോ ഒന്ന് ഉൾവലിയുന്നു. ആദ്യം സ്വന്തം ഇമേജിനെ നോക്കിയിട്ട് ചിരിക്കുക. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പതുക്കെ ആ ഒരാളെ നോക്കി ചിരിക്കാൻ എനിക്ക് കോൺഫിഡൻസ് വന്നു എന്ന് തോന്നുന്ന സമയത്ത് പുറത്ത് ഒരാളെങ്കിലും ചിരിക്കാൻ നോക്കുക. അങ്ങനെ പതുക്കെ 1-നെ 2ആക്കി, 2-നെ 4ആക്കി, അങ്ങനെ പതുക്കെ നമ്മൾക്ക് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാൻ. ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കും. അവിടെ ഒരു സംസാരം ഉണ്ടാകുന്നു. ചെറുതായിട്ട് ആൻസർ പറയാൻ, അങ്ങനെ എല്ലാം പതുക്കെ ആ സോഷ്യൽ മിങ്കിളിങ് ഒരു ബ്രെയിനിൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുകയും അതുവഴി നമ്മൾക്കൊരു സോഷ്യൽ കണക്ഷൻസ് കൂട്ടാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതെല്ലാം സ്മോൾ സ്റ്റെപ്പ് കൺസിസ്റ്റൻസി ലീഡിങ് ടു ബിഗ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അതൊരു വീട് പണിയുമ്പോൾ ഒരു ഇഷ്ടിക വെച്ച് തുടങ്ങുന്ന ഒരു ഹ്യൂജ് ബിൽഡിംഗ് പോലെ ആണ് ഇത്. പിന്നെ അടുത്ത ചാപ്റ്ററിൽ പറയുന്നത് വൈ സ്മോൾ ക്വസ്റ്റ്യൻസ് വർക്ക്. സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മൾക്ക് ബ്രെയിനിനുണ്ടാകുന്ന നാച്ചുറൽ ഫിയർ റെസ്പോൺസിന്റെ കാര്യം പറഞ്ഞു. അപ്പോ അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ വല്ലാത്ത ചോദ്യങ്ങൾ നമ്മൾ ബ്രെയിനിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും
എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് പ്രോക്രാസ്റ്റിനേഷനുള്ള അവോയ്ഡൻസിനുള്ള ഒരു സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. ഫോർ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സസൈസ് ഹാബിറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഹൗ കൻ ഐ ഗെറ്റ് ഫിറ്റ് എന്നുള്ളതിന് പകരം what is one simple stretch I can do while watching TV or while doing something. ഇപ്പോ കുക്കിംഗ് ചെയ്യുമ്പോഴാണെങ്കിലോ TV കാണുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴോ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സ്ട്രെച്ചിങ് എക്സസൈസ് എന്താണ് എന്ന് ആദ്യം ആലോചിക്കുക. അത് ഓവർ ടൈം സ്ട്രെച്ചിങ് മൈറ്റ് ലീഡ് ടു ഷോർട്ട് വാക്ക്, ദെൻ ഓഫ് കോഴ്സ് അങ്ങനെ റെഗുലർ ഹാബിറ്റ് ആയിട്ട് വർക്ക് റൂട്ടീൻ മാറും. ഇനി ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണെന്ന് വിചാരിക്കുക. ഹൗ കുഡ് ഐ ഫിനിഷ് ദിസ് project? Instead of asking such a question, what is the first step I can do right now to complete this big project? A first step എന്താണ്? ഈ പ്രോജക്റ്റ് ഞാൻ എന്ന് തീർക്കും, എങ്ങനെ തീർക്കും, എന്തൊക്കെയാണ് അതിന്റെ മൊത്തം പ്ലാൻ? ഓഫ് കോഴ്സ് മൊത്തം പ്ലാൻ നമുക്ക് ഉണ്ടാകണം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനെ അങ്ങേയറ്റം വരെ ഒരു 6 മാസത്തെ പ്രോജക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഡേ വാട്ട് ഷുഡ് ഐ ഡു? അതാണ് പ്രധാനം. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടേ സെക്കൻഡ് ഡേയും 6th മന്തിലത്തെ ആ ലാസ്റ്റ് ഡേയും വരുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. അപ്പൊ പതുക്കെ 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 അത് ചെയ്തു തീർക്കുക. ഇതെല്ലാം വളരെ നല്ലതാണ്. ഇത് ഹാബിൽഡിലൂടെ ഞാനിത് തുടങ്ങി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി എന്റെ ആഗ്രഹമാണ്, ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ട്. നൗ ഐ ഹാവ് റിസൈൻ മൈ ജോബ്. സോ ഞാനിപ്പം നേരെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ആലോചിക്കുമ്പോൾ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്റെ ഇനി അടുത്ത പ്ലാൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ 1 by 1 ആയിട്ട് എഴുതി വെച്ചിട്ട് ഓരോന്നിനെയും പതുക്കെ 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 മൂവ് ചെയ്തിട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. എനിഹൗ താങ്ക് യു. ഇതില് വളരെ നല്ലൊരു മെസ്സേജ് ആണ്, പവർ ഓഫ് കൺസിസ്റ്റൻസി. ഒരു പവർ ഓഫ് കൺസിസ്റ്റൻസിയാണ് ഡോക്ടർ മോറർ എംഫസൈസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും ഒരു സ്മോൾ ഈസ് സ്മോൾ ഇനഫ് ഫോർ യു ടു ടേക്ക് എൻ ആക്ഷൻ. How small it is, that doesn't matter, but small enough for you to take an action. Even or insignificant step it can be. Still, you have started it. You have started to create a momentum leading to an everlasting change. അപ്പോ ഒരു ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളതിനെ കാണും. ഇത്രയാണ് എല്ലാം കൂടി പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. ഇതെല്ലാം ഞാൻ എക്സാമ്പിൾസ് എന്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരുന്നേന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല പറഞ്ഞത്. എനിഹൗ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ബീന മാം. നമ്മൾ എന്ത് കാര്യം ചെയ്തല്ലേ, ഇപ്പൊ ആദ്യത്തെ 3 പേര് പറഞ്ഞതിന്റെ ഒരു എന്താ പറയണ ഇൻട്രൊഡക്ഷൻ ആണ് ബീന മാം പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ഒരു കൺക്ലൂഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കേണ്ട കാര്യമാണ് ബി കൺസിസ്റ്റന്റ് എന്നുള്ളത്. കാരണം ഞങ്ങൾ പേപ്പർ പ്രസന്റേഷന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓഡിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ഇത്രയും മാസം, അന്ന് 43ാമത്തെ മാസത്തിലാണ് നമ്മൾ ഇതിന്റെ പേപ്പർ പ്രസന്റേഷന് പോയത്, എങ്ങനെ നിങ്ങൾ ഈ 43 months ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു എന്നൊരു ചോദ്യം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. ആ 43 മാസം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചത് നമ്മൾ അന്ന് ഉത്തരം പറഞ്ഞത് ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് അത്രയും ഈ ഒരു ഷീബ മാം ആണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതായത് റീഡിങ് ഒരു ഹോബി ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാര് അത് ഹാബിറ്റ് ആക്കി മാറ്റി എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയാല് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ മാസത്തെ ബുക്ക് എന്താ, ഒരു മാസം ഒരു ബുക്ക് എന്നുള്ളത് ഈ പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സിന്റെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളില് ഒരു ഹാബിറ്റായി മാറുകയും നമ്മൾ ഇത്രമാത്രം വിചാരിച്ചാൽ മതി, ഓരോ ബുക്കിന്ന് നമുക്ക് ഒരു കാര്യം എടുക്കാമെങ്കിൽ 1% നമ്മളിൽ ഒരു ഇൻക്രിമെന്റ്, ഒരു ബെറ്റർമെന്റ് വരുത്താൻ എന്തെടുക്കാം
എന്ന് ആലോചിച്ച് നമ്മളെ കൺസിസ്റ്റന്റ്ലി നമ്മളെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഓരോ സെഷന് പോകുമ്പോഴും ഇന്ന് തന്നെ ഞങ്ങൾക്ക് വന്ന കൗൺസിലിങ്ങിൽ നമ്മൾക്ക് ഈ ബുക്ക് ക്ലബിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ അതാണ് ഞങ്ങൾക്ക് ഓരോരുത്തരിലേക്കും ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പ്രചോദനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പോ ജെയ്മി ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് നമുക്കൊന്ന് കുറച്ചും കൂടി കമ്പാഷനേറ്റോട് കൂടി നമ്മുടെ സറൗണ്ടിങ്സിനെ കാണാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ബുക്ക് ക്ലബ്ബ് കൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഗുണം. ദാറ്റ് മേക്സ് us എ ബെറ്റർ ഹ്യൂമൻ ബീങ്. അപ്പോൾ ആലിസ് മാമിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മാഡത്തിന്റെ ആ ഒരു സ്മോൾ ഇൻസൈറ്റ് ദിവസവും മാഡത്തിന്റെ ബെറ്റർമെന്റിലേക്ക് എത്തിക്കുന്നത് എന്താന്ന് കേൾക്കാം. ഓവർ ടു യു മാം. താങ്ക് യു ഉഷ. ഇപ്പൊ ബീന മാം പറഞ്ഞു വെച്ചോടത്ത് ഇന്ന് തുടങ്ങാം ഒരു സെന്റൻസ്. കാരണം ഹാബിൽഡിന്റെ ആ യോഗയില് ജോയിൻ ചെയ്ത് ഭയങ്കര ഒരു ചേഞ്ചാണ് ജീവിതത്തിൽ ഉണ്ടാക്കിയത്. പക്ഷേ അത് എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ, ഒരു നല്ല കാര്യം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാം അതിനകത്ത് ജോയിൻ ചെയ്യും. എത്രയോ പേര് ജോയിൻ ചെയ്തു. ഞാൻ വെറുതെ ഒന്ന് ഷെയർ ചെയ്തുള്ളൂ, അപ്പോഴേക്കും എല്ലാ ആൾക്കാരും പല ആൾക്കാരും ജോയിൻ ചെയ്തു അതിനകത്ത്. കാരണം ഒരു ദിവസം കയറിയ ആൾക്കാരൊന്നും മാറില്ല അതിനകത്തുനിന്ന്. അപ്പം ഞാൻ ഈ അടുത്ത ഒരാഴ്ച ഇല്ല എന്ന് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ വന്നൊരു സെൻറ്റൻസ് ഉണ്ട്, ഈവൻ എ 5 minute സെഷൻ ക്യാൻ ഹെൽപ്പ് മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. അത്രയും ചെയ്താൽ മതി. നിങ്ങൾ അതിന് മുകളിൽ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനില്ലാത്ത അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കയറി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 5 minute ചെയ്താൽ മതി. അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ചെയ്യണതോ ആ മറ്റേ പയ്യൻ ചെയ്യണതോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നോട്ട് കമ്പയർ ആൻഡ് കമ്പാരിസൺ, കമ്പയർ ചെയ്യരുത് എന്നല്ലേ. ആ സ്മോൾ സ്റ്റെപ്പ് നമ്മൾ എടുത്താൽ മതി. അപ്പം നമ്മളുടെ അതൊരു സെൽഫ് എന്താ മൈ ഹെൽത്ത് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമാണ്. അപ്പം അതിൽ കൂടി ഷെയറിങ് വന്നപ്പോൾ മറ്റുള്ളവർക്കും അത് ഗുണം കിട്ടി എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രഞ്ജിനി പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഞാൻ ഇപ്പം എനിക്ക് ഓർമ്മ വന്നു, ഇപ്പം അങ്ങോട്ട് പറയാൻ തോന്നിയതാണ് കേട്ടോ. കാരണം വെച്ചാൽ ഉഷയ്ക്ക് അറിയാം, നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലത്ത് ഒരു ഗാർഡൻ ഉണ്ടാക്കി. ഞാനല്ല ഉണ്ടാക്കിയത്, ഒരു സ്കൂളിലെ എന്താ NSS കുട്ടികൾ വന്നിട്ടാണ് ആ ഗാർഡൻ ഉണ്ടാക്കിയിട്ട് വന്നത്. ഞാനത് മെയിൻറ്റെയിൻ ചെയ്തു, അതിൽ കൂടുതൽ ചെടികൾ നട്ടു, നനച്ചു. അങ്ങനെ നല്ലൊരു ഗാർഡനായിട്ട് അത് വളർന്നു കഴിഞ്ഞപ്പം അവിടെ കൊണ്ടുവന്ന് പെരിയാർ വാലി വേസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. അതിൻ്റെ മുകളിലോട്ട് ഇടാനായിട്ട് മനുഷ്യർക്ക് ആർക്കും തോന്നൂല, അത്രയും ഫ്ലവറിങ് ആയിട്ടുള്ള എൻ്റെ വീട്ടിൽ ഗാർഡനേക്കാൾ നന്നായിരുന്നതാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പം ഞാൻ അത് റെസിഡൻസ് അസോസിയേഷനിലൊന്നും ഞാനത് അവരെ അപ്രോച്ച് ചെയ്ത് ഒരുമിച്ചൊക്കെ കൊടുക്കുക. അപ്പം ടൈം പോവും. എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും അതിനകത്ത് പുല്ല് പറിക്കാനൊക്കെ എല്ലാവരും വരുമായിരുന്നെങ്കിലും അപ്പം എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത്. അതിന് ഞാൻ എന്നിട്ടൊരു പരാതി കൊടുത്തു. ഞാനൊരു പരാതി കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പരാതി തന്നേക്കാണ്, ഞാൻ പെരിയാർ വാലിയുടെ സ്ഥലം എൻക്രോച്ച് ചെയ്തു എന്ന്. എനിക്ക് അത് എൻക്രോച്ച് ചെയ്തു, അതുകൊണ്ട് ഇത്ര 3 ദിവസത്തിനുള്ളത് അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എനിക്ക് തിരിച്ചു വന്നു. അപ്പം ഞാൻ ഇവർക്ക് കൊടുത്തതിൻ്റെ ഒപ്പം മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർക്കും പ്രൈം മിനിസ്റ്റർക്കും ഒക്കെ ഞാൻ കൊടുത്തിരുന്നു. അപ്പം അവർ എനിക്ക് റിപ്ലൈ തന്നിരിക്കുകയാണ്, ഞാൻ പെരിയാർ വാലിയുടെ സ്ഥലം എൻക്രോച്ച് ചെയ്തു, ആ സ്ഥലം പെരിയാർ വാലിയുടെയാണ്, അത് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണെന്ന്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതു സ്ഥലം എന്ന് പറയുന്നത് ആർക്കും വേസ്റ്റ് ഇടാൻ പറ്റില്ല. കാര്യം വേസ്റ്റ് കോരി ഇടാം, പക്ഷെ അവരെടുത്തുകൊണ്ട് പോകണം. അപ്പം തിരികെ ഞാനും ഇവിടെ റെസിഡൻസിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചെന്ന് അവർക്ക് പരാതി കൊടുത്തു, അല്ല അതിനുള്ള റിപ്ലൈ കൊടുത്തു. ഞങ്ങളല്ല അത് ചെയ്തത്, പക്ഷെ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഇവിടെ ഇടിയിക്കില്ല. കാരണം വെച്ചാൽ ഇതൊരു പൊതുസ്ഥലമാണ്. അപ്പം അപ്പോഴാണ് നമ്മൾ ആ ഒരു ഉഷ എനിക്കൊരു വീഡിയോ ഇട്ട് തന്നത്. അതിനകത്തൊരു സെൻറ്റൻസ്, വെൻ 1 person does something it is called an anomaly. അതൊരു അപാകതയായിട്ട് എല്ലാവരും, കുറെ പേരൊക്കെ എന്നെ ഇങ്ങനെ നോക്കി, എന്തിനാണ് ഈ പെരിയാർ വാലി പണ്ടുപോലെ ഇട്ടിരുന്നതാണ് അവിടെ, പെരിയാർ വാലി വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഞാൻ എന്തുകൊണ്ട് ഗാർഡൻ നട്ടു, ഞാൻ എന്തോ തെറ്റ് ചെയ്ത മാതിരി കുറച്ച് ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങി. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരും അത് ഇതിനോട് കൂടി നിന്നവരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഇങ്ങനെയൊക്കെ നടന്നു, ഇത്രയും പ്രായ ഒരു ആൻറ്റിയുടെ പേരിൽ അങ്ങനെയൊക്കെ കൊടുത്താൽ പറ്റില്ല. അതൊക്കെ അവിടെ ചെന്ന് പറയുകയും ചെയ്തിട്ട് എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്.
അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പം ഇതിലെ ഈ റെസിഡൻസിൽ പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിർത്തിയിട്ട് ടീച്ചറിന്റെ പേരിൽ അങ്ങനെയൊക്കെ പരാതി വന്നോ? അപ്പം അതൊരു എന്താ പറയാ, ഒരു എല്ലാവരുടെയും കൂടി പ്രശ്നമായി. അത് ആ എല്ലാവരുടെയും കൂടി പ്രശ്നമാകുമ്പോൾ ഒരു കൾച്ചറായിട്ട് മാറും എന്നാണ് അദ്ദേഹം പറയണത്, അല്ലേ ഉഷ? ആ ഗ്രൂപ്പിന്റെ അതാകുമ്പോൾ അതൊരു കൾച്ചറായിട്ട് മാറും. ആ ഗ്രൂപ്പിന്റെ ആൾക്കാർ കൂടുമ്പോഴോ അത് പിന്നെ ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പൊ എന്നെങ്കിലും ഞാൻ ഈ ചെയ്ത ചെറിയൊരു കാര്യം ആണ്, പക്ഷെ അതിനെന്തെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസോട് കൂടി അവിടെ നിന്ന് അത് മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ, അത് അങ്ങനെ ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ജീവിക്കുകയാണ്. കാരണം എനിക്കത് അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഒരാളെ കൊണ്ട് പോലും ഒരു ചെറിയ ചേഞ്ചൊക്കെ വരുത്താൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് സന്തോഷമുണ്ട് അതിനകത്ത്. കാരണം നമ്മൾ ചെയ്ത ഒരു കാര്യം യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ റെസിഡൻസിൽ തന്നെ ഒരു അക്സെപ്റ്റൻസ് വന്നു. ആദ്യമൊക്കെ നമ്മുടെ രഞ്ജിനി പറഞ്ഞ മാതിരി ആദ്യമൊക്കെ ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്തത്? അവിടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ലേ? വേസ്റ്റ് ഇടാനുള്ള സ്ഥലം ആർക്കും ഇല്ല. പൊതുജനങ്ങൾക്ക് വേസ്റ്റ് ഇടാൻ ഒരു പൊതുസ്ഥലത്തും വേസ്റ്റ് ഇടാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം തന്നെയുണ്ട്. അപ്പം ആദ്യമൊക്കെ നമ്മളൊരു പരിഹാസപാത്രം, അല്ലെങ്കിൽ നമ്മളെ നോക്കി ചിരിക്കും ആൾക്കാർ, എന്തിനു ഈ ഗാർഡനൊക്കെ ഉണ്ടാക്കി അവിടെ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അതിനൊരു ചേഞ്ച് വരും. അതൊരു കൾച്ചറായിട്ടും ഒരു ഹാബിറ്റായിട്ടും മാറും. അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ചേഞ്ചാണ്. അതിന് നമ്മുടെ മനസ്സ് വേണം, അല്ലേ? നമുക്ക് ജീവിതത്തിൽ ഒരു പാഠമായിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പൊ ബീനാമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബീനാമ്മ, എനിക്ക് നിങ്ങളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ടീഷർട്ട് വരെ കിട്ടിട്ടോ, യോഗയുടെ ഹാബിൽഡിന്റെ. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ പേര് അതിനകത്ത് അങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പം അവർക്കെല്ലാം ഒരു ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് എന്നിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ വെറുതെ ഒരു കാര്യം നിങ്ങൾ ജോയിൻ ചെയ്യുന്നു പറഞ്ഞ് ഇട്ട് കൊടുക്കൂല. കാരണം ഞാൻ അത് ചെയ്തു നോക്കിയപ്പം, ഉഷ എനിക്ക് ഇട്ടെന്നിട്ട് ഞാൻ കുറേ നാൾ അതിൽ നോക്കാതിരുന്നു. അതൊരു സത്യം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ കയറി, അവിചാരിതമായിട്ട് കയറിയപ്പം അത് ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഏജിനും അതുപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ട്രെയിൻ ചെയ്തിട്ടില്ല, എനിക്ക് സ്ട്രെയിൻ ചെയ്ത് വന്നില്ല. ഞാൻ പലതിലും ജോയിൻ ചെയ്തിരുന്നു, അപ്പോഴൊക്കെ എനിക്കൊരു സ്ട്രെയിൻ ആയിരുന്നു അതൊക്കെ. ഇത് എനിക്ക് 7:30 എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കും. ആ ഒരു ഇതെനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തത്. അപ്പം നമുക്ക് എന്ത് ഒരു സ്മോൾ സ്റ്റെപ്പ് എല്ലാവർക്കും എടുക്കാൻ പറ്റും. ഈ ബുക്കിൽ പറഞ്ഞ മാതിരി, ഈ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉഷ പറഞ്ഞ പോലെ വായിച്ച ബുക്കുകളുടെ എല്ലാം ആകത്തുകയാണ്. എനിക്ക് തോന്നുന്നു പലതിൻ്റെയും പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താ പറയുക, ഒരു ചേഞ്ച്, അത് 1 മിനിറ്റിന്റെ ചേഞ്ച് ആയാലും മതി, അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. അപ്പൊ ഈ ബുക്ക് വായിക്കാൻ സാധിച്ചതിൽ എന്ന് പറയുന്നത്, ഞാൻ ബുക്ക് വായിച്ചില്ല കേട്ടോ, പക്ഷേ ഇതിനകത്ത് ഈ ഒന്നാമത്തെ ഓഡിയോ ആരുടെ ബീന മാമിന്റെ അല്ല ഞാൻ ആദ്യം കേട്ടത്, രഞ്ജിനിയുടെയാണ് ആദ്യം കേട്ടത്. കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെച്ചപ്പോ രഞ്ജിനിയുടെയാണ് കേട്ടത്. പിന്നെ ഞാൻ അപ്പൊ തന്നെ എല്ലാവരുടെയും കേട്ടു, അന്ന് തന്നെ ഞാൻ എല്ലാവരുടെയും കേട്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഉഷയോട് 2 ദിവസം മുമ്പ് പറഞ്ഞു, എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞെങ്കിലും, ഞാൻ ഒരെണ്ണം കേട്ട് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മറ്റൊന്നും കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ ബുക്ക് എടുത്തിട്ട് ഞാൻ അതിന്റെ എല്ലാ ഹെഡിങ്ങും ഇവിടെ എഴുതി വെച്ചു. വായിച്ചില്ല, എല്ലാത്തിന്റെ ഹെഡിങ് എഴുതി വെച്ചു. അപ്പൊ ഈ ഹെഡിങ് എഴുതിയപ്പോ തന്നെ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടിയൊക്കെ പോയ ഒരു കാര്യമാണെന്ന് അതാണ് എല്ലാ ബുക്കിന്റെ ഒരു ആകത്തുകയാന്ന് പറയുന്നത്. ഇതിൽ കൂടിയൊക്കെ നമ്മൾ പലപ്പോഴും പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ 2 പേജായിട്ട് അതിന്റെ എല്ലാ ഹെഡിങ് എഴുതി വെച്ചു. ബുക്കൊന്നൊരു പ്രിന്റ് ഔട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹവും എനിക്ക് വന്നു. അത്രയും നല്ലൊരു ബുക്കാണ് ഇത്. നമുക്ക് എന്ത് കാര്യവും നമ്മൾ ഒരിക്കൽ വായിച്ചു മറന്നു കളയുന്നതിനേക്കാൾ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും, തീർച്ചയായിട്ടും ചേഞ്ച് ഉണ്ടാവും. ഈ യോഗയുടെ കാര്യം തന്നെ വലിയൊരു ചേഞ്ച് തന്നെയാണ് ജീവിതത്തിൽ വരുത്തിയത്. കാരണം എനിക്ക് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ 60 kg ഉണ്ടായിരുന്നത് 2 ആഴ്ച കൊണ്ട് ഞാൻ 59 kg ആയി. അപ്പോൾ ആ യോഗ ചെയ്തുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം അതിനകത്ത് കുറെ ന്യൂട്രീഷൻ കാര്യങ്ങളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ, അതൊക്കെ എനിക്ക് ചെയ്യാനായിട്ടൊരു അദ്ദേഹത്തിലൊരു വിശ്വാസം ജനിച്ചു എന്നുള്ളതാണ് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ? 9:30. പ്ലീസ് മാം, ഒരു റിക്വസ്റ്റ് മാം, ആ ഹാബിൽഡിന്റെ കാര്യം ഒന്നും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇടുവോ? പ്രചോദന ബുക്ക് ക്ലബിൽ ഒന്ന് ഇടുവോ? അപ്പൊ എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും.
ഒരിതാണ് കേട്ടോ. ഹാബിൾഡ് വളരെ നല്ലതാണ്. ആക്ച്വലി ഞാൻ ആലിസ് മാം തരുന്നതിന് മുൻപേ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. എന്റെ സിസ്റ്റർ ആണ് എനിക്ക് തന്നത്. ചേച്ചിക്ക് വന്ന ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ വന്ന മാറ്റം ഭയങ്കരമാണ്. ആളുടെ മൊത്തത്തിലുള്ള ബോഡി ചേഞ്ചും അതുപോലെ ആ പോസിറ്റിവിറ്റിയും എല്ലാം കണ്ടു. ആൻഡ് എനർജി ലെവൽ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ അത് കണ്ടിട്ടാണ് ഞാനത് ജോയിൻ ചെയ്തത് കേട്ടോ. എനിഹോ താങ്ക് യു. അത് എല്ലാവർക്കും മാം കൊടുത്തത് വളരെ നല്ല കാര്യം. താങ്ക് യു. ഓക്കെ, അപ്പോ ഹാബിൾഡ് എന്ന് പറയുന്ന നല്ലൊരു ആശയം. കാരണം എൻ്റെ പാരൻസ്, അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അമീനത്ത്, ഇവിടെ ബുക്ക് ക്ലബ് മെമ്പേഴ്സിന് അറിയാം, ഞങ്ങൾ 4 പേരും ഇത് ആരംഭിച്ചു. ഞങ്ങൾക്ക് ഒരുപാടധികം ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നി. ആലിസ് മാഡം എന്തായാലും ചേരണം മാഡം. അതായത് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ലിങ്കിൽ കയറിയോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളടുത്ത് മനസ്സിലാവും. അപ്പൊ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു, മാഡം എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല, അതുകൊണ്ട് മാഡം ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആലിസ് മാഡം ഇതിലേക്ക് ജോയിൻ ചെയ്യും. ആലിസ് മാഡം നേരത്തെ പറഞ്ഞ പോലെ ആലിസ് മാഡത്തിൽ വിശ്വാസമുള്ള ഒരുപാടധികം പേര് ഇതിന്റെ ഭാഗമാവുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആലിസ് മാഡത്തിന് ഹാബിൾഡിന്റെ ടീഷർട്ട് വരും. അപ്പോൾ പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സിന്റെ അടുത്ത് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ എൻ്റെ അമ്മ ആലിസ് മാമിന് റിക്വസ്റ്റ് ചെയ്തിരുന്നു, നെക്സ്റ്റ് ബുക്ക് ക്ലബ് മീറ്റിംഗിന് വരുന്ന സമയത്ത് മാഡം ഹാബിൾഡിന്റെ ടീഷർട്ട് ഇട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. കാരണം എല്ലാവരിലേക്കും ഈ ഒരു ഡൂവബിൾ ആയിട്ടുള്ള, റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മസംതൃപ്തിയോടുകൂടി നമ്മള് അടുത്ത മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് അവർ 4th ആനിവേഴ്സറി. അപ്പോൾ ഈ 4th ആനിവേഴ്സറിയിൽ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഏതാണെന്നുള്ള സർപ്രൈസ് നിങ്ങൾ ഓരോരുത്തർക്കും ഒരു സർപ്രൈസ് ആയിട്ട് നിലനിൽക്കട്ടെ ബ്രോഷർ വരുന്നത് വരെ എന്ന ആശംസകൾ നൽകിക്കൊണ്ട് നമ്മുടെ 46ാമത്തെ ബുക്കിന്റെ ഡിസ്കഷൻ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ യുവർ പ്രസൻസ് ആൻഡ് ഗുഡ് നൈറ്റ്. Good night. Good night, everybody. Thank you, ma'am. Thank you, Usha.